റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിരന്തരമായി ഉപേക്ഷ വരുത്താതെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാം. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹൗലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ പറയാൻ പോകുന്ന ഈ പ്രാർത്ഥനകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉപേക്ഷ വരുത്താറേയില്ല. മുടക്കം വരാതെ രാവിലെയും വൈകുന്നേരവും സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ പറയുന്ന ദുആയിരുന്നിട്ടുണ്ട്. അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷ വരുത്താതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറഞ്ഞിരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഫിയത, സൗഖ്യം ചോദിക്കുന്നു, സൗഖ്യം ചോദിക്കുന്നു, ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും സുഖം നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ, അല്ലാഹുവേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, വല്ലാഫിയത, സുഖത്തെയും ചോദിക്കുന്നു, ഫീ ദീനി, എന്റെ ദീനിന്റെ കാര്യത്തിൽ, വദുനിയായ, എന്റെ ദുനിയാവിലും, വാഹിലി, എന്റെ കുടുംബത്തിലും, വമാലി, എന്റെ സമ്പത്തിലും. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, അല്ലാഹുവേ, എന്റെ പോരായ്മകളെ നീ മറച്ചു വയ്ക്കണമേ. അല്ലാഹുമ്മസ്തുർ ഔറാത്തി, എന്റെ പോരായ്മകളെ, എന്റെ നഗ്നതകളെ നീ മറച്ചു വെക്കണമേ. വആമിൻ റൗആത്തി, എനിക്ക് ഭയം തോന്നുന്ന കാര്യങ്ങളിലെല്ലാം നീ എനിക്ക് നിർഭയത്വം തരണേ. അല്ലാഹുമ്മ ഹ്ഫളിനി, അല്ലാഹുവേ, നീ എന്നെ കാത്തു രക്ഷിക്കണമേ. മിൻ ബൈനി യദയ്യ, എന്റെ മുന്നിലൂടെയും, വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്നും, വഅൻ യമീനി, എന്റെ വലതുവശത്തു നിന്നും, വഅൻ ശിമാലി, എന്റെ ഇടതുവശത്തു നിന്നും, വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്നും. വഅഊദു ബിഅളമതിക, നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അന്നുതാൽ, ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന്, ഞാൻ ചതിക്കപ്പെടുന്നതിൽ നിന്ന്, ഞാൻ ദ്രോഹിക്കപ്പെടുന്നതിൽ നിന്ന്, ഞാൻ ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന്. മിൻ തഹ്തി, എന്റെ അടിഭാഗത്തു നിന്നും. ഇബ്നു മാജ, അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. സഹോദരങ്ങളെ, എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു ഖുതുബയിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷം തോന്നുന്നു. നൂറുകണക്കിന് സഹോദരന്മാര് അത് കേട്ടതിന്റെ ശേഷം അത് സ്വയം പഠിച്ചവരുണ്ട്, അർത്ഥം പഠിച്ചവരുണ്ട്, ചൊല്ലി വരുന്നവരുണ്ട്, അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അതിന്റെ പ്രചാരകരായവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സഹോദരങ്ങളെ, കൃത്യമായി മുസ്ലിമീങ്ങൾ ചൊല്ലേണ്ടുന്ന, ആശയമറിഞ്ഞുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് കാവല് കിട്ടുന്ന ദുആയാണ്. ആഫിയത്ത് തരണേ അല്ലാ, ആരോഗ്യം ദുനിയാവിലും ആഖിറത്തിലും സുഖം തരണേ, മാപ്പ് തരണേ, എന്റെ ദീനിനെ രക്ഷിക്കണേ. എന്റെ ദീനിൽ എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞാൽ എന്റെ ദീനിൽ, എന്റെ ദീനൊന്നും നഷ്ടപ്പെടരുത്, എന്റെ ആദർശത്തിനൊരു തകരാറും സംഭവിക്കരുത്, ഞാൻ ശിർക്കിലേക്ക് എത്തരുത്, ഞാൻ കുഫറിലേക്ക് എത്തരുത്, ഞാൻ നിഫാഖിലെത്തരുത്, ഞാൻ തമ്മാടിയാവരുത്, ഞാൻ ഫാസിഖാവരുത്, ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്തവനാകരുത്, ഞാൻ മോശപ്പെട്ടവനാകരുത്, എന്റെ ദീന് നഷ്ടപ്പെട്ടു പോകരുത്. എന്റെ ദീന് രക്ഷിക്കണേ, എന്റെ ദുനിയാവിലും കാവല് തരണേ. എന്റെ ദുനിയാവിൽ നീ എനിക്ക് ആരോഗ്യവും ആഫിയത്തും നിന്നിൽ
എന്നിൽ നിന്നുള്ള വിട്ടുവീഴ്ചയും തരണം. വാഹിലി വമാലി, എന്റെ ഭാര്യയും എന്റെ മക്കളും അടങ്ങുന്ന എന്റെ കുടുംബം, അവർക്കും ആഫിയത്ത് കൊടുക്കണം, അവരോടും വിട്ടുവീഴ്ച ചെയ്യണം. വമാലി, എന്റെ സമ്പത്തിനെ നീ നശിപ്പിക്കരുത് റബ്ബേ, അത് നഷ്ടപ്പെട്ടു പോകരുത്, അത് കത്തിപ്പെട്ട് അത് തീ കത്തലിന് ഏർപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ടുകൊണ്ടോ നഷ്ടം വന്നു പോകരുത്. എന്റെ സമ്പത്തിനെ നീ കാക്കണം. പിന്നെ പറയുന്നതാണ് അല്ലാഹുമ്മസ്തുർ ഔറാത്തി, നിന്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണം. രണ്ട് വ്യാഖ്യാനം അവിടെ പണ്ഡിതന്മാര് കൊടുത്തു. ഒന്ന്, എന്റെ പോരായ്മകൾ റബ്ബേ നീ മറച്ചു വെക്കണം, ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്നിൽ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളുണ്ട്, അല്ലാ നീ അതൊക്കെ മറച്ചു വെക്കണേ. ദുന്യാവിലും ആലോകരറിഞ്ഞ് വഷളാകരുത്, ആഖിറത്തിലും ജനകോടികളുടെ മുമ്പിൽ ഞാൻ വഷളാകരുത്. സംഭവിച്ചതൊക്കെ സംഭവിച്ചു റബ്ബേ, ഇനി ഞാൻ അതിലേക്കുള്ള അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇനി ഞാൻ മടങ്ങൂല. അങ്ങനെ എന്റെ എന്തൊക്കെ പോരായ്മകളുണ്ട് അത് മുഴുവനും നീ മറച്ചു വെക്കണമേ. അതുപോലെ തന്നെ എന്റെ ഔറത്തൊന്നും വെളിവാകരുത്. അതാണും പെണ്ണും പറയുമ്പോ സൂക്ഷിക്കണം, ഔറത്ത് വെളിവാകരുത് എന്നുകൂടി പ്രാർത്ഥനയുണ്ട്. തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കൽ അനുവദനീയമല്ലാത്തതൊന്നും ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തത് ഒരാളും മനഃപൂർവ്വം വെളിപ്പെടുത്തുന്നത് വലിയ കുറ്റമാണല്ലോ. അപ്പൊ അറിയാതെ പോലും തന്റെ ഔറത്ത് വെളിവാകാതെ മറച്ചു വെക്കണേ അല്ലാ. വആമിൻ റൗആതി, അതേ എന്റെ എല്ലാ രൂപത്തിലുള്ള ഭയങ്ങളിൽ നിന്നും എനിക്ക് നിർഭയത്വം തരണേ. എന്തൊക്കെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഭയങ്ങളിൽ നിന്നൊക്കെ നീ എനിക്ക് നിർഭയത്വം തരണം. ഇനി അതാ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചോദിക്കുന്നത് കേട്ടോ, അല്ലാഹുമ്മ ഹ്ഫളിനി, നീ എന്നെ കാത്തുകൊള്ളണേ. മിൻബൈനി യദയ്യ, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും. രണ്ട് വ്യാഖ്യാനം അവിടെയുമുണ്ട്. മുന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം, പിന്നിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം, വലതുവശത്തു നിന്നും ഇടതുവശത്തു നിന്നും മുകളിൽ നിന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം. അതേ രാവിലെ താഴെ നിന്നും അപകടങ്ങൾ ഉണ്ടാകാം. ഭൂമി കുലുക്കം പോലെയുള്ള വീഴ്ച പോലെയുള്ള പലതും ഉണ്ടാകാം. ഏത് നിലക്കുള്ള അപകടങ്ങളും ഉണ്ടാകാം. അതിനേക്കാളുപരി ശൈത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത് മുന്നിലൂടെ വരും, പിന്നിലൂടെ വരും, വലതുവശത്തിലൂടെ വരും, ഇടതുവശത്തിലൂടെ വരും, നാനാമാർഗത്തിലൂടെയും ശൈത്താൻ നമ്മെ നശിപ്പിക്കാൻ നോക്കുമ്പോ അതുകൂടി മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണം. റബ്ബേ, നിന്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയെടുത്ത ശൈത്താൻ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണ്. അവനിൽ നിന്നുള്ള കാവൽ നീ തരണേ അല്ലാ. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. ഇതൊക്കെ മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ കാവലുകളാണ്, പ്രൊട്ടക്ഷനാണ്, നമുക്കുള്ള സുരക്ഷകളാണ്. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം, പാലിക്കണം. അക്ഷര തെറ്റുകൂടാതെ പഠിച്ച് അർത്ഥവും ആശയവും ഗ്രഹിച്ച് ഇടതടവില്ലാതെ മറക്കാതെ പ്രഭാത പ്രദോഷങ്ങളിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വലിയ അർത്ഥവത്തായ ആ ഉപദേശത്തെ നാം സ്വീകരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പോരായ്മകളെയും രണ്ട് ലോകത്തും മറച്ചു വെച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.